നമോ ഭഗവതേ വാസുദേവായ. ഓം. ശ്രീമദ്ഭാഗവത മഹാപുരാണം പ്രഥമസ്കന്ധം 5-ാമത്തെ അധ്യായം. ഓം നമോ ഭഗവതേ വാസുദേവായ. സൂത ഉവാച. ശ്ലോകം 1. ഓം. അഥ തം സുഖമാസീന ഉപാസീനം ബൃഹശ്രവാ ദേവർഷി പ്രാഹ വിപ്രർഷിം വീണാപാണി സ്മയന്നിവ. അഥ തം സുഖം ആസീന ഉപാസീനം ബൃഹത് ശ്രവാഹ. ബൃഹത് ശ്രവാഹ അവിടെ ഛ കാണില്ല. ബൃഹത് ശ്രവാഹ ദേവർഷി പ്രാഹ വിപ്രർഷിം വീണാപാണി സ്മയൻ ഇവ. അവിടെ വിപ്രർഷിം എന്നുള്ള ഒറ്റവാക്കായിട്ടാണ് വിപ്രർഷിയെ, വിപ്രനാകുന്ന ആ ഋഷിയെ എന്ന് സാരം. അതാണ് ബ്രാഹ്മണനാകുന്ന ദേവർഷി എന്നാണ് ഉദ്ദേശം. അഥ അനന്തരം സൂതം പറയാണ്. സുഖം അന്വയം. അഥ സുഖം ആസീനഃ ബൃഹശ്രവാഃ വീണാപാണിഃ ദേവർഷിഃ ഉപാസീനം തം വിപ്രർഷിം സ്മയൻ ഇവ പ്രാഹ എന്ന് അന്വയം. അഥ അനന്തരം അതിനുശേഷം സുഖം, സുഖമാകും വണ്ണം എന്നുവെച്ചാൽ ശരീരത്തിനും മനസ്സിനും സുഖം കിട്ടിയാലേ ഭാഗവതത്തിന് സുഖം എന്നുള്ളത് പറയാറുള്ളൂ. സ്വസ്ഥത കിട്ടണം, അതാണ് ഇവിടുത്തെ സുഖത്തിൻ്റെ അർത്ഥം. ആസീനഹ സുഖമായിട്ടിരിക്കുന്ന ആ ബൃഹശ്രവാഹ എല്ലാവരാലും അറിയപ്പെടുന്ന യശസ്സുള്ള സൽകീർത്തിയുള്ള, അതാണ് മഹത്തായിട്ടുള്ള കീർത്തിയുള്ള വീണാപാണിഹി വീണ കയ്യിലുള്ളതായിട്ടുള്ള, അപ്പോൾ കയ്യിൽ വീണ പിടിച്ച ആ ദേവർഷി ശ്രീ നാരദ മഹർഷി ഉപാസീനം സമീപത്ത് അവിടെ ഇരിക്കുകയാണ്. തം വിപ്രർഷിയും ആ വ്യാസമുനിയെ നോക്കിയിട്ട്. അപ്പോൾ ഇവിടെ ബ്രാഹ്മണനായിട്ടാണ് ഈ വ്യാസനെ പറയാറ്. തം വിപ്രർഷിയും ഭാഗവതത്തിലെ പ്രമാണമാണ്. വ്യാസൻ ബ്രാഹ്മണനാണോ എന്ന് കുറേ ആൾക്കാർ ചോദിക്കാറുണ്ട്. പരാശരൻ്റെ മകനാണ് വ്യാസൻ, ആ അർത്ഥത്തിൽ ബ്രാഹ്മണനാണ്. മുക്കുവ സ്ത്രീയുടെ മകനാണ്, അപ്പോൾ ആ അർത്ഥത്തിൽ മുക്കുവനാണ്. ജാതി നിങ്ങൾ ഏതെടുത്താലും എനിക്ക് വിരോധമില്ല, ഇവിടെ ചർച്ചയുടെ വിഷയമില്ല. വ്യാസൻ നമ്മളെ കൂടി ബ്രഹ്മത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ബ്രാഹ്മണനായത്. അത് മനസ്സിലാക്കാൻ കഴിയില്ല വെച്ചാൽ ജാതി മതവും പറഞ്ഞിരുന്നോളാം, എന്നിട്ട് അധപ്പതിച്ചോളാം. അപ്പോൾ തം വിപ്രർഷിയും, വിപ്ര എന്നുള്ളതിൻ്റെ അർത്ഥം ആത്മാനം പാതി പരം പാതി ച എന്നാണ്. അപ്പോൾ എന്നെ രക്ഷിക്കണം, എന്നെ രക്ഷിക്കുന്ന എനിക്ക് അതേപോലെ മറ്റുള്ളവരെ കൂടി രക്ഷിക്കാനുള്ള സിദ്ധിയുണ്ട്, അതുകൊണ്ട് ഞാൻ വിപ്രനാണ്. ഇതാണ് വ്യാസൻ്റെ സ്വയമേയുള്ള സ്വത്വം. മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ്, വിപ്രനായിട്ടാണ്. മുനിയാണ്, വിപ്രനാണ്, ഋഷിയാണ്, ബ്രഹ്മർഷിയാണ്, ദേവർഷിയല്ല ബ്രഹ്മർഷിയാണ്. അങ്ങനെ ധാരാളം ക്വാളിഫിക്കേഷൻസ് ഈ മഹാവിഷ്ണുവിൻ്റെ അവതാരമായിട്ടുള്ള ഗുരുവായിട്ടുള്ള വ്യാസനുണ്ട്. അപ്പോൾ ഒരാൾ രാവിലെ നേരത്തെ വിളിച്ചിട്ട്, ഒരു സന്യാസിയാണ്, കുറച്ച് പ്രായമുണ്ട്. ഈ വ്യാസൻ ബ്രാഹ്മണനാണെന്ന് എവിടെയാണ് പറഞ്ഞതെന്ന് എനിക്കറിയില്ല, എനിക്കതല്ല തൊഴിൽ എന്ന് പറഞ്ഞു ഞാൻ അദ്ദേഹത്തിനെ പിണക്കാതെ കണ്ട് അവിടെ ഓഫാക്കി വെച്ചു. അപ്പോൾ അത്ര അധപ്പതിച്ചിറങ്ങണം നമ്മളെ. ഈ ഇതെന്താണെന്ന് അർത്ഥം അറിയാത്തതുകൊണ്ട് തന്നെ, അതും ഇത്രയും പ്രായമായിട്ടുള്ള ഒരാൾ ഇങ്ങനെ പറയുമ്പോൾ അതൊരു മോശം തന്നെ പറയുള്ളൂ. കാരണം വേറൊന്നും പറയാല്ലേ. ഇവിടെ ദേവർഷി പ്രാഹ വിപ്രഋഷിയും, ഈ വേദവ്യാസനാകുന്ന ബ്രാഹ്മണനാകുന്ന ഈ മഹർഷിയെ നോക്കിയിട്ട് സ്മയൻ ഇവ, നല്ലോണം മന്ദഹസിച്ചുകൊണ്ട്, എന്നുവെച്ചാൽ വളരെയധികം ആരാ നാരദൻ ബുദ്ധിയാണ്, ബ്രഹ്മാവിൻ്റെ മകനാണ്. ഭഗവാൻ ഈ വിഷ്ണുവിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ തന്നെയായിട്ടുള്ള നാരദൻ വന്നിറക്കുകയാണ്. അപ്പോൾ ഒന്ന് ചിരിക്കുകയാണ്. അതാ അർത്ഥത്തിലുള്ള ചിരി തന്നെയാണ്. ഏത് എന്നാൽ ഹാസമുണ്ടോ? ഇല്ല, ലവലേശം ഹാസമില്ല. എന്തുകൊണ്ട് വ്യാസമഹർഷിയെ അങ്ങയെ പറ്റി ചിന്തിക്കുന്നില്ല? അങ്ങ് ആരാണെന്ന് എന്തുകൊണ്ട് മനനം ചെയ്യുന്നില്ല? നമ്മുടെയൊക്കെ കഴിവുകൾ ധാരാളം ഉണ്ട്, പക്ഷെ നമ്മൾ ആ കഴിവുകൾ ഉപയോഗിക്കാറുണ്ടോ? നമ്മൾ ആ കഴിവുകൾ ഉപയോഗിക്കാറില്ല. എന്നിട്ട് നമ്മൾ നമ്മളെ തന്നെ കുറ്റപ്പെടുത്തും. എന്താ, ഞാനത് ചെയ്യണില്ല, ഞാൻ ഇത് ചെയ്യണില്ല. അപ്പോൾ എനിക്ക് എന്തെങ്കിലും ആരെങ്കിലും തരുമോ? ഭഗവാനായാലും ഞാൻ എന്തെങ്കിലും ചെയ്താലേ ഭഗവാൻ എനിക്ക് തരുള്ളൂ, അല്ലാണ്ട് ഇങ്ങോട്ട് ഇങ്ങനെ കൊണ്ടു തരിക അങ്ങനെയൊന്നും പതിവില്ല. അപ്പോൾ ഇത് ഞാൻ ചെയ്യുമില്ല, എനിക്കത് കിട്ടണമെന്ന് മോഹമുണ്ട്, അത് അവകാശബോധം ഉണ്ട് ഇനിയും, മറ്റേ അർപ്പണബോധം ഇല്ല ഇനി. ഈ
ഒരു തരം മറ്റേ ഈ എന്താണ് പറയുക, സമരാദി കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഏർപ്പാടുണ്ടല്ലോ, അതൊക്കെ നല്ല രീതിയിലാച്ചാൽ ഒക്കെ ശരിയാണ്. ഇതിപ്പോൾ അങ്ങനെ അല്ലാത്ത രീതിയിലാണ്. അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ ചെയ്യേണ്ട കർമ്മങ്ങൾ മുഴുവൻ എനിക്ക് ചെയ്യാൻ സാധിക്കണം. നിർബന്ധ ബുദ്ധിയോട് കൂടിയിട്ട് ടാർഗറ്റൈസ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. അങ്ങനെ ചെയ്തിട്ട് എന്തെങ്കിലും കിട്ടായ്മ കിട്ടുന്നത് പോരാച്ചാൽ, അല്ലെങ്കിൽ വേണ്ടത്ര കിട്ടിയില്ലായിരിക്കുമെന്ന് തോന്നുകയെന്ന് വെച്ചാൽ ഭഗവാനോട് പറയാം, തന്നാൽ തരക്കടില്ലായിരുന്നു ഭഗവാനെ, ഹിതം ഉണ്ടെങ്കിൽ തരണേ എന്ന് പ്രാർത്ഥിക്കുകയേ വേണ്ടൂ. നമ്മൾ 1 ഉറുപ്പ്യ ചോദിച്ചാൽ ഭഗവാൻ 1 കോടി ഉറുപ്പ്യ തരും. അതാണ് ഭഗവാൻ. അപ്പോൾ അത് ഒന്ന് മനസ്സിലാക്കിയാൽ മതി, അത്രയേ ഉള്ളൂ. അർഹത ഇല്ലാച്ചാൽ ഭഗവാൻ 1 കോടി ഉറുപ്പ്യ ചോദിച്ചാൽ 1 ഉറുപ്പ്യ പോലും തരൂല്ല. ഇത്രയേ ഉള്ളൂ. അപ്പോൾ അത് കുഴപ്പമില്ല. ഇവിടെ ആ അഥ സുഖം ആസീനം എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എന്താണ്? എല്ലാ അർത്ഥത്തിലും സുഖത്തെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന, അങ്ങനെ ഇരിക്കുന്നതായിട്ടുള്ള ബൃഹത് ശ്രവാഹ, വളരെയധികം. എന്തുകൊണ്ടാണ് നാരദന് കൂടുതൽ സുഖം കിട്ടിയത്? നാരദന് ഒന്നും ആവശ്യമില്ല, വ്യാസനൊന്നും ആവശ്യമില്ലേ. ഇത് നമ്മൾ മനസ്സിലാക്കണം. വ്യാസനും ഒന്നും ആവശ്യമില്ല, നാരദനും ഒന്നും ആവശ്യമില്ല. എങ്കിലും വ്യാസൻ ദുഃഖിതനാണ്, നാരദൻ ദുഃഖിതനല്ല. എന്താ വ്യത്യാസം? വ്യാസൻ ഈ സർവ്വജനങ്ങളും ഞാൻ മൂലം രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ചത് കാമ. നാരദനും അത് തന്നെയാണ് ചെയ്യണത്. നാരം തം പരമാത്മകം ഇതി, ഈ ജീവജാലങ്ങളെ മുഴുവൻ പരമാത്മാവിൽ എത്തിക്കുക. പക്ഷേ നാരദൻ അത് ഏറ്റെടുത്തിട്ടില്ല. നാരദൻ അവിടെ ചെന്ന് പറയും, വേണച്ച ചെയ്തോളൂ, യഥേച്ഛസി തഥാ ഗുരു. ശ്രീകൃഷ്ണ അർജുനനോട് പറഞ്ഞ കൂട്ടത്തില ഏറ്റെടുത്തില്ല. അപ്പോൾ നാരദന് ദുഃഖമില്ല. നാരദന് ദുഃഖം അവിടെ ഇവിടെയൊക്കെ ചിലതൊക്കെ പറഞ്ഞിട്ടുണ്ട്, അത് നോക്കണ്ട. അത് ഭഗവാന്റെ ഒരു വാക്കുണ്ട്, നാരദൻ എൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് ഞാൻ തന്നെ വന്നതാണ്, നാരദ രൂപൻ കെട്ടിയിട്ട് വന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ദുഃഖം നാരദനെ ബാധിക്കുകയേ ഇല്ല. ഇപ്പം നമ്മൾ ഒരു അറിയാതെ നടന്നു പോകുന്ന വഴിക്ക് ഒരു പുല്ല് കാലിൻ്റെ മുകളിൽ തട്ടിയിച്ചാൽ നമ്മൾ അതിനെ ഏറ്റെടുത്ത് നടക്കാറൊന്നുമില്ല. അപ്പോൾ അത് തട്ടിയാൽ ശരിയാ, കുഴപ്പമൊന്നുമില്ല, കഴിഞ്ഞു. പിന്നെ ആ പുല്ലിൻ്റെ കാര്യം നമ്മൾ ചിന്തിക്കുക പോലും പതിവില്ല. എന്ന കൂട്ടത്തിൽ നാരദന് ഈ പല പുരാണങ്ങളിലും പൂർവ്വജന്മവും അതിൻ്റെ അപ്പുറത്തെ ജന്മവും ഒക്കെ പറയുന്നുണ്ട്. അതൊക്കെ അതോട് കൂടിയിട്ട് ഈ പുല്ല് തരുന്ന കൂട്ടത്തിലേ ഉള്ളൂ. അത് തന്നെയാണ് എന്ന് പോലും സമർത്ഥിക്കാൻ പറ്റുമെന്ന് അറിയില്ല. നാരദൻ ഇപ്പോൾ ദാസ്യപുത്രനായിട്ട് വന്നു എന്നാണല്ലോ ഇനിയിപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത്. അതാ നാരദൻ്റെ പൂർവ്വജന്മം നാരദൻ തന്നെ പറയാം. ദേവഹേളനം, ഗുരുഹേളനം, ഗ്രന്ഥഹേളനം, സദസ്യ ഹേളനം, ഇങ്ങനെ പലതും സംഭവിച്ചു പോയി നാരദന് അറിയാതെ കണ്ട്. അപ്പോഴാണ് ആ ബ്രാഹ്മണർ എന്നാൽ ദാസ്യപുത്രനാവട്ടെ പറഞ്ഞത്. ഇതെന്തുകൊണ്ട് സംഭവിച്ചു വെച്ചാൽ ഇതിന് മുന്നേ ഗന്ധർവനാണ്. ഗന്ധർവനാകുമ്പോൾ അതിൻ്റേതായ ചില നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്ന് പാലിക്കാതെ കണ്ട് സംഭവിച്ചപ്പോഴാണ് ഈ അബദ്ധമൊക്കെ പറ്റിയത്. അപ്പോഴാണ് ദാസ്യപുത്രനാവേണ്ടി വന്നത്. ആ ദാസ്യപുത്രന് വളരെ എളുപ്പത്തിൽ ഈ സത്സംഗം കിട്ടുകയും ചെയ്തു, മുക്തി നേടുകയും ചെയ്തു. അപ്പോൾ നാരദൻ്റെ ജന്മവും വ്യാസൻ്റെ ജന്മവും രണ്ട് തന്നെയാണ്. നാരദൻ ഏറ്റെടുത്തില്ല, വ്യാസൻ ഏറ്റെടുത്തു. അതുകൊണ്ട് ദുഃഖമായി. വ്യാസൻ അവിടെയും ഇവിടെയൊക്കെ ഏറ്റെടുക്കുന്നുണ്ട്. അതാണിപ്പോൾ സത്യവതിക്ക് ഈ മകൻ്റെ മരണം കാരണം പരമ്പര നഷ്ടപ്പെടാൻ പോവുകയാണ്. അപ്പോൾ പേരക്കുട്ടികളിൽ ഇത് വന്നു. ഇതൊരു പ്രശ്നമാണ്, ഈ ഏറ്റെടുക്കൽ. നമുക്ക് ദുഃഖത്തിനുള്ള കാരണം നാം ഏറ്റെടുക്കലാണ്. നാം ഏറ്റെടുക്കാത്ത ഒരവസ്ഥയാണെന്ന് വെച്ചാൽ ഇതാപ്പോൾ നാരദനെ പോലെ അഥാത്തം സുഖം ആസീനഹ. അവിടെ നാരദനെ ഇരുത്തിയെടുക്കുകയാണ്. നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ സ്ഥിതിയിലാണ് ഇപ്പോഴുള്ളത്. അല്ലാണ്ട് പീഠത്തിലിരുന്നു, കസേരയിലിരുന്നു, അതല്ല അതിൻ്റെ സാരം. നമ്മിലേക്ക് അന്വയിക്കണം. നമ്മിലേക്ക് അന്വയിക്കുമ്പോഴാണ് നമുക്ക് ഈ വിഷമങ്ങളെയോ ദുഃഖങ്ങളെയോ ദാരിദ്ര്യങ്ങളെയോ ഒക്കെ മറികടക്കാൻ സാധിക്കുക. അതങ്ങനെയാണ്. ഇപ്പോൾ നമ്മൾ ഒരു കടലിൻ്റെ നടുക്കിലാണ്, കപ്പലിലാണ് നമ്മളുള്ളത്. ഇപ്പോൾ കപ്പലിൽ കുഴപ്പമൊന്നുമില്ല, കപ്പൽ സുഖമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇടയ്ക്ക് എന്തെങ്കിലും ചെറിയൊരു ബ്രേക്ക് വന്നു, അപ്പുറത്തേക്ക് കിടക്കാൻ നിവർത്തിയില്ല. കുറച്ച് നേരം പെൻഡിങ്ങിലിടണം, അല്ലെങ്കിൽ നട റോട്ടിൽ കുറച്ച് നേരം നിൽക്കേണ്ടി വന്നു. ആ നിൽക്കാൻ നമുക്ക് ക്ഷമയില്ല, നമുക്കത് സഹിക്കാനുള്ള കഴിവില്ല. അപ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ പെട്ടുപോയിരിക്കുക. ഇതിനെ മറികടക്കാറാവലാണ് ഭാഗവതം കൊണ്ട് നമുക്ക് കിട്ടുക. അപ്പോൾ എന്താ, മനസ്സിനൊരു ഉറപ്പ് കിട്ടും. മനസ്സിന് ഉറപ്പ് കിട്ടിയാൽ പേടിയില്ലാണ്ടാവും. പേടിയില്ലാണ്ടായി ആ കാര്യമാണ് നടന്നോളും.
ഇതിനങ്ങനെയാണ് യോഗം. ഇത് നമുക്കാണ്ട് ഉറപ്പിക്കാൻ പറ്റും. അപ്പോൾ സുഖം ആസീനം, അങ്ങനെ സുഖമായിട്ടിരിക്കുന്നതായിട്ടുള്ള ബൃഹത് സ്രവാഹ. എന്താ കാരണം? ഇതാ കാരണം. എല്ലാവരെയും ഇങ്ങനെ ഭഗവാങ്കൽ എത്തിക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തനം ചെയ്യണു, ഏറ്റെടുക്കാതെ കണ്ട്. അങ്ങനെയുള്ള ആ വീണാപാണിയായിട്ടുള്ള നാരദൻ. വീണ, ഓടക്കുഴൽ എന്നൊക്കെ പറയുമ്പോൾ വേദസാരമാണ് പുറത്തേക്ക് വരിക എന്നാണ് പറയുക. അതിൻ്റെ ഉള്ളിൽ കൂടെ വരുന്നതായിട്ട് ഈ നാദം എന്തൊക്കെയാ ആ ശബ്ദം മുഴുവൻ, അത് ലൗകികമായിട്ടല്ല അലൗകികമായിട്ട്. അങ്ങനെ പറയുമ്പോൾ ആ വീണാപാണി, ഈ വേദസാരത്തെ നാരദൻ ഇങ്ങനെ മീട്ടിക്കൊണ്ടിരിക്കും. നാരദൻ നാമം ജപിക്കണേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ ഈ പിൻബലം മുഴുവൻ, നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെയാണല്ലോ, ആ ഓർക്കസ്ട്ര മുഴുവൻ ഈ വീണയിൽ നിന്നും നാരദൻ വായിച്ചിട്ടല്ല, സ്വയമേവ വന്നുകൊണ്ടിരിക്കുക. എന്താ കാരണം? പിൻബലം ഈ വേദ, അതാണ് ആ നാദം. അപ്പോൾ ആ വീണ കയ്യിലുള്ള, അതാര് കൊടുത്ത? ഭഗവാൻ വിഷ്ണു കൊടുത്ത. മഹതി എന്ന അതിൻ്റെ പേര് തന്നെ ഏറ്റവും വലിയ മഹത്താണ്. എന്താ? വേദമാണ് ഏറ്റവും വലിയ മഹത്തി. ആ വേദത്തിൻ്റേതാണ് എന്ത്? ഈ താളവാദ്യ ലയ സ്വര എന്തൊക്കെയാ വെച്ചാൽ അത് മുഴുവൻ ഫുൾ ഓർക്കസ്ട്ര അതിൽ നിന്ന് വരും. അങ്ങനെയുള്ള ആ ദേവർഷിയായിട്ടുള്ള നാരദൻ ഉപാസീനം, അടുത്ത് ഇരിക്കുന്നതായിട്ടുള്ള, ആസീനം ഉപാസീനം, അടുത്തിരിക്കുന്ന തം വിപ്രർഷിം, ആ വ്യാസമഹർഷിയോട് സ്മയൻ ഇവ, ഒന്നിങ്ങനെ ചിർച്ചും കൊണ്ട് പോലേന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇവ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, സ്മയൻ അല്ല, സ്മയൻ ഇവാന്നാ. പോലെ എന്ത് പറഞ്ഞു? പ്രാഹ പറഞ്ഞു. ഇനി എന്താ പറഞ്ഞെന്നുള്ളത് നാരദോവാച എന്ന് പറഞ്ഞ് തുടങ്ങിയാണ്. അഥ തം സുഖമാസീന ഉപാസീനം ബൃഹശ്രവ ദേവർഷി പ്രാഹ വിപ്രർഷിം വീണാപാണി സ്മയന്നിവാം. ഇനി രണ്ടാമത്തെ ശ്ലോകം. നാരദ ഉവാച പാരാശര്യ മഹാഭാഗ ഭവതഃ കച്ചിദാത്മന പരിതുഷ്യതി ശാരീര ആത്മാ മാനസ ഏവവാം. മഹാഭാഗ, ഭാഗ്യവാനായിട്ടുള്ള, ഭഗവാന്റെ അനുഗ്രഹമുള്ളതായിട്ടുള്ള, ഭഗവാൻ തന്നെ ആയാന്ന അർത്ഥേ. വ്യാസമഹർഷിയോട് പറയാണ്, അങ്ങയുടെ അച്ഛൻ്റെ പേരെന്താ? പരാശരൻ. അപ്പോൾ പരാശരൻ്റെ പുത്രനായിട്ടുള്ള പാരാശര്യ, പരാശരന് ഉണ്ടായതായിട്ടുള്ള ഭഗവാൻ വിഷ്ണു വ്യാസ ഭവതഃ, അങ്ങയുടെ ശാരീരഃ, ഈ ശരീരത്തെ അഭിമാനിക്കുന്ന, നമ്മളൊക്കെ ശാരീരന്മാരാ, നമ്മൾക്ക് ദേഹബോധമുണ്ട്. അതിന് മോഹം എന്നാ പറയുക. 5 നെഗറ്റീവ്സിൽ ഒന്നാണ് ഈ മോഹം. മോഹം, മഹാമോഹം, താമിശ്രം, അന്ധതാമിശ്രം, ഇരുട്ട്, തമസ്, അതാണ് 5 അതിൽ മോഹത്തിൽപ്പെട്ടവരാണ് നമ്മളൊക്കെ. മോഹം എന്നുള്ളത് ദേഹബോധമാണ്. മഹാമോഹം എന്നുള്ളത് ദേഹത്തിൻ്റെതായ ആവശ്യങ്ങളെ മുഴുവൻ അത് വേണം എന്നുള്ള ശാഠ്യം, അതാണ് മഹാമോഹം. അത് കിട്ടാഞ്ഞാലാണ് താമിശ്രം. അത് അന്ധതാമിശ്രം ആകുമ്പോഴേക്കും ഞാൻ കിട്ടില്ല, ഞാൻ നശിച്ചു, എൻ്റെ ഈ ദേഹം കൊണ്ട് എനിക്കൊരു ഉപകാരമില്ല എന്ന രീതിയിൽ. തമസ് എന്ന് പറയുമ്പോൾ ജ്ഞാനം ഇല്ല, ഒന്നുമില്ല, ശൂന്യം. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തുക, അതാണ് താമിശ്രം, തമസ്. അപ്പോൾ ഈ മോഹത്തിലാണല്ലോ അങ്ങ് ഇരിക്കണത് എന്ന് പറയാ. നാരദന് മനസ്സിലായി. നാരദൻ ഇത് ഏറ്റെടുത്തിട്ടില്ല, വ്യാസൻ ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ താൽക്കാലികേ ഉള്ളൂ കേട്ടോ. ഇത് വ്യാസന് വേണ്ടിയിട്ടല്ല ഏറ്റെടുക്കണത്, വ്യാസൻ നമുക്ക് വേണ്ടിയിട്ട് ഏറ്റെടുക്കുകയാണ്. എന്തൊരു കൃപയാണെന്നറിയില്ല, അത്രയും കൂടുതലാണ്. പക്ഷെ അതിൻ്റെ ഭാവം ഇതാണ്, നമ്മളും ഇതേപോലെ ഏറ്റെടുക്കരുത് എന്നതാണ്. നമ്മൾക്ക് നമ്മുടെ കുട്ടികളെ ഏറ്റെടുക്കാതിരിക്കാൻ പറ്റുമോ? നമ്മുടെ ആശ്രിതരെ നമുക്ക് അവരെ നമ്മൾ ഏറ്റെടുക്കണം, അത് ശരിയാണ്. പക്ഷേ ഒരു വിധിയുണ്ട്, ആ വിധിക്ക് അപ്പുറം ചിന്തിക്കരുത് എന്നതാണ്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഈ ശരീരത്തെ അഭിമാനിക്കുന്ന മാനസഹ, ആ മനസ്സോടു കൂടിയതായിട്ടുള്ള മഹർഷേ വ്യാസ, ആത്മാ, ഈ ജീവാത്മാവ്, ആത്മന, ശരീരത്തോടും മനസ്സോടും കൂടെ, ആത്മന, ശരീരത്തോടും മനസ്സോടും കൂടിയിട്ടാണ് ഈ ജീവാത്മാവ് ഇതിലേക്ക് കയറിയിട്ട് പ്രാരബ്ധം പൂജിക്കാനായിട്ട് ഇങ്ങോട്ട് വരിക. കച്ചിത് പരിതുഷ്യതി, കച്ചിത്, അത് സന്തോഷിക്കുന്നുണ്ടോ? അങ്ങക്ക് സുഖമല്ലേ എന്നാ ചോദിച്ചതേ. ഇങ്ങനെ വളഞ്ഞ് വന്നിട്ട് അങ്ങ് സുഖിക്കണില്ലേ? അങ്ങക്ക് സുഖം തന്നെയല്ലേ? നമ്മളിങ്ങനെ കരയേണ്ട വക്കിലാണ് നമ്മളിരിക്കണം. ആ സമയത്ത് ഒരാൾ വന്നിട്ട് എന്താ എടുക്കാൻ നല്ല സുഖമല്ലേ എന്ന് ചോദിച്ചാൽ നമുക്ക് ശുണ്ഠി വരുമോ, സങ്കടം വരുമോ? അതായത് നമ്മുടെ ശത്രുക്കൾ ചോദിച്ചാൽ നമുക്ക് ദേഷ്യം വരും. നമ്മൾ നല്ലോണം സ്നേഹിക്കണ ഒരാൾ വന്ന് ചോദിക്കുമ്പോൾ നമുക്കത് സങ്കടമായിട്ട്, നമ്മൾ കരച്ചിലായിട്ട് മാറും.
പിന്നെ നമ്മളെ സഹായിക്കണം, നിർബന്ധമായിട്ട് സഹായിച്ച ഒരു ഹെൽപ്പ്, ഒരു സുഹൃത്ത് ആണെങ്കിൽ, അപ്പോൾ നീ എന്നെ കളിയാക്കിയിട്ട് കാര്യമില്ല കേട്ടോ, ഒരു നിസ്സഹായാവസ്ഥയുണ്ട്. എന്താ ചെയ്യുക, മാർഗമില്ല. അപ്പോൾ ചില സന്ദർഭങ്ങളിൽ ചിലവരുടെ ഈ പ്രയോഗം, അത് അച്ഛനായാലും ശരി സുഹൃത്തായാലും ശരി, ഇപ്പോൾ ഭാര്യയൊക്കെ വെച്ചാൽ ചിലപ്പോൾ തല്ലും ചെയ്യും. നമുക്ക് നിയന്ത്രിക്കാൻ കഴിവില്ലാത്തതുകൊണ്ടാണല്ലോ അങ്ങനെ സംഭവിച്ചത്. അപ്പോൾ അങ്ങനെയല്ല, ഇവിടെ പരിതുഷ്യതി കച്ചിൽ അങ്ങ് സുഖിക്കുക തന്നെ അല്ലേ എന്നാ ചോദിച്ചതേ. അപ്പോൾ ഇവിടെ എന്താ, നല്ലവണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവുന്നത് കൊണ്ട് നാരദനെ നല്ലവണ്ണം മനസ്സിലാക്കി. അപ്പോൾ എന്താ, ആശ്രയിച്ചു. എന്താ ഉണ്ടായത്, നാരദനെ വ്യാസൻ ആശ്രയിച്ചപ്പോൾ ആ ഭാവം എന്നെ അങ്ങ് രക്ഷിക്കണേ എന്നുള്ള പ്രാർത്ഥനയായിട്ട് മാറി. ഇതാണ് നമ്മളിലും വേണ്ടത്. നമുക്ക് ഇതേപോലത്തെ ഒരു സന്ദർഭങ്ങളിൽ പല ഭാവങ്ങളിൽ നിന്നും പലതും നമുക്ക് കേൾക്കേണ്ടി വരും. ആ കേൾക്കേണ്ടി വരുമ്പോൾ നാം അവരെ അങ്ങോട്ട് ആശ്രയിക്കുക. ശത്രുവായാൽ പോലും ആശ്രയിക്കാം. ആശ്രയിച്ചു കഴിഞ്ഞാൽ തത്സമയത്ത് രക്ഷയാണ് അവരും ചെയ്യുക. അകലിരിക്കുന്ന ബന്ധുവിനേക്കാൾ അടുത്തിരിക്കുന്ന ശത്രുവാണ് ആപൽക്കാലത്തിൽ ഉപകാരികളാവുക. ആ നിയമമുണ്ട്. അപ്പോൾ ആ നിയമത്തിനനുസരിച്ച് പരിതുഷ്യതി കച്ചിത് എന്ന് ചോദിച്ചപ്പോൾ നാരദനോട് ഒരു ദേഷ്യവും തോന്നിയില്ല വ്യാസന്. ആശ്രയിക്കുകയാണ് ഉണ്ടായത്. പാരാശര്യ മഹാഭാഗ ഭവതഃ കച്ചിത് ആത്മന പരിതുഷ്യതി ശാരീര ആത്മാ മാനസ ഏവവാ. ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ദേഹബോധത്തിലിരിക്കുന്ന നമ്മൾ ആ രീതിയിലാണ് സാധാരണ ചിന്തിക്കുക. അതങ്ങനെ വേണ്ട, ഇത് ഏറ്റെടുക്കണ്ട. അഥവാ ഇങ്ങനെ ഒരു സന്ദർഭം നെഗറ്റീവായിട്ട് വന്നുവെങ്കിൽ അതിനെ പരിഹരിക്കാനുള്ള മാർഗം അത് തിരിച്ച് അങ്ങോട്ട് തന്നെ ആശ്രയഭാവത്തോടു കൂടി എടുത്തു കഴിഞ്ഞാൽ അവർ നമ്മുടെ ഈ ഭാവത്തിനെ അംഗീകരിച്ചുകൊണ്ട് നമ്മളെ രക്ഷിക്കും എന്നതാണ്. അത് വ്യാസൻ്റെ ഏറ്റവും വലിയൊരു ഉപദേശമാണ്, വ്യംഗ്യം. ഇതാണ് ഈ പുറമേ നിന്ന് ഇതിൻ്റെ അർത്ഥം എടുക്കുക, അത്രയേ വേണ്ടു. പാരാശര്യ മഹാഭാഗ്യവാനായിട്ടുള്ള ഭഗവാന്റെ അനുഗ്രഹമുള്ളതായിട്ടുള്ള പരാശരൻ്റെ പുത്രനായിട്ടുള്ള ഭവതഃ അങ്ങയുടെ ഈ കച്ചിത് ആത്മന, ഏതെങ്കിലും തരത്തിൽ അല്ലെങ്കിൽ കുറച്ച് എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ ദേഹബോധം സ്വതേ വ്യാസനുണ്ടോ? വ്യാസനില്ല എന്ന് വേണം കണക്കാക്കാൻ. കാരണം ഈ ദേഹബോധമുണ്ടെങ്കിൽ ഇങ്ങനെയല്ലല്ലോ വ്യാസനും പെരുമാറുക. ദേഹത്തിന് വേണ്ടതായിട്ടുള്ള കല്യാണാധികാരങ്ങൾ സ്വയമേവ ചെയ്യും. വീട് പ്രത്യേകമായിട്ട്, ശമ്യാപ്രാസം വീടുണ്ട്, അതുകൊണ്ടൊന്നും കാര്യമില്ല. വ്യാസൻ എവിടെയൊക്കെയാണ് പ്രത്യക്ഷപ്പെടേണ്ടത് വെച്ചാൽ അവിടെയൊക്കെ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ആർക്കൊക്കെ ഉപദേശം കൊടുക്കേണ്ടത് വെച്ചാൽ അവിടെയൊക്കെ ഉപദേശം വരുന്നുണ്ട്. അത് ബന്ധു എന്നൊന്നും മാത്രം കണക്കാക്കരുത്, എല്ലാ അർത്ഥത്തിലും എല്ലാവരെയും രക്ഷിക്കാൻ. അപ്പം അതുകൊണ്ട് ചില സമയത്തെങ്കിലും ഏതെങ്കിലും തരത്തിൽ എന്ന നിലയ്ക്കാണ് കച്ചിത് ആത്മന, ഈ ജീവാത്മാവിൻ്റെ അതുകൊണ്ട് എന്നർത്ഥം. ജീവാത്മാവ് ഈ ശരീരം കൊണ്ട് മനസ്സുകൊണ്ട് അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ആത്മന, ആത്മാവിനാൽ, ജീവാത്മാവിനാൽ പരിതുഷ്യതി, ഇപ്പോൾ നല്ലോണം സന്തോഷിക്കുന്നുണ്ടോ? അതും ശാരീര ആത്മാ. ഇപ്പോൾ ഈ ജീവാത്മാവ് ശരീരത്തോട് കൂടിയിട്ട്, ശരീരം ഞാനാണ് എന്ന ബോധത്തോട് കൂടിയിട്ട് ഇരിക്കുകയാണ്. അങ്ങനെയുള്ള ആ അങ്ങയുടെ കൂടെ ഈ ജീവാത്മാവ് മനസ്സിന് അടിമയായിട്ട് മനസ്സോട് കൂടിയിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അങ്ങ് പരിതുഷ്യതി കച്ചിത്, അങ്ങിപ്പോൾ സന്തോഷിക്കുന്നുണ്ടോ? ഏവവ, അതോ സന്തോഷിക്കുന്നില്ലയോ എന്നാണ്. അതോ സന്തോഷിക്കുന്നില്ലയോ? പാരാശര്യ മഹാഭാഗ ഭവത കച്ചിതാത്മന പരിതുഷ്യതി ശാരീര ആത്മാ മാനസ ഏവവ. നമ്മൾ മുഴുവൻ സംസ്കൃതവും അതിൻ്റെ ഒരു നിയമങ്ങളും അർത്ഥവും വ്യാകരണം അങ്ങനെ കണക്കാക്കിക്കൊള്ളണമെന്നില്ല. ഭാഗവതത്തിൽ അതിൻ്റെ ഭക്തിഭാവത്തിലെടുക്കുമ്പോൾ ചിലപ്പോൾ കുറേശ്ശെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ട് തിരിച്ചു വരാം. അപ്പോൾ അതിൽ എന്താണോ എഴുതിയെന്ന് അത് മാത്രം എടുത്തിട്ട് ഇതേ ശരിയുള്ളൂ എന്ന് തെറ്റിദ്ധരിക്കണ്ട. നമ്മുടേതായിട്ടുള്ള രീതിയിൽ പോസിറ്റീവായിട്ട് എടുക്കാനും സാധിക്കണം. അത് നമ്മുടെ ഈ സ്വഭാവത്തിനെ മാറ്റാൻ, അത് നെഗറ്റിവിറ്റിയെ മുഴുവൻ ഇല്ലാണ്ടാക്കിയിട്ട് പോസിറ്റിവിറ്റി എടുക്കാൻ നമുക്ക് കഴിയണം. അതാണ് യഥാർത്ഥത്തിലുള്ള പാണ്ഡിത്യം. മറ്റത് പണ്ഡിതന്മാരേ ആവുള്ളൂ, ഭക്തി ഉണ്ടാവില്ല, മുക്തിയും കിട്ടില്ല. അപ്പോൾ അത് വേണ്ട. നമുക്ക് ഓരോന്നിൻ്റെയും ഇത് ഇങ്ങനെ പറയാനുള്ള കാരണം ഇന്നത് കൊണ്ടാണ്. ഇവിടെ ശാരീര ആ ബോധമാണ്. അപ്പോൾ മറ്റൊരാൾ ചോദിക്കുമ്പോൾ ഈ പരിതുഷ്യതി കച്ചിതെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് നമ്മുടേതായിട്ടൊരു ദേഹബോധത്തോട് കൂടിയിട്ടാണ് നമ്മളിരിക്കുക. അത് സ്വാഭാവികമായിട്ട് നെഗറ്റിവിറ്റിയാണ്. അതിനെ നമ്മൾ പോസിറ്റീവാക്കി കഴിഞ്ഞാലോ നമുക്ക് തന്നെയാണ് അതിൻ്റെ റിട്ടേൺ കിട്ടുക.
ശത്രുഭാവത്തിൽ വന്ന ആൾ പോലും നമ്മളെ സഹായിക്കും. അതാണ്. അപ്പോൾ ഇതിൽ വാച്യാർത്ഥം അത് കിട്ടില്ല. പക്ഷേ നമ്മൾ ആ ഭാവത്തിൽ എടുക്കണം. അപ്പോഴാണ് നമുക്ക് ഭാഗവതം കൊണ്ട് നമ്മുടെ പേടി മാറുക, നമ്മുടെ ദുഃഖങ്ങൾ ഇല്ലാണ്ടാവുക. നമ്മളല്ല അത് ഏറ്റെടുക്കേണ്ടത്. ഏറ്റെടുക്കേണ്ടത് ആരാ? ഭഗവാനാണ് ഏറ്റെടുക്കേണ്ടത്. ഭഗവാനെ അവർക്ക് വേണ്ടിയിട്ട്. ഞാൻ ഇപ്പോൾ ദുഃഖിക്കാനുള്ള കാരണം എന്താ? അവർക്ക് വേണ്ടിയിട്ട്. അവരാണ് എന്നെ എങ്ങനെ ദുഃഖിപ്പിക്കണത്. അതായത് ഒരു സാത്വികരായിട്ടുള്ളൊരു കുടുംബം, ആ കുടുംബത്തിൽ ഒരു ആത്മദേവൻ്റെ കാര്യം എടുക്കുക. മഹാത്മ്യത്തിൽ ആത്മദേവൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ. ആത്മദേവൻ്റെ മകൻ ധുന്തുകാരി. എല്ലാ അർത്ഥത്തിലും അയാൾ സുഖിച്ചു. പക്ഷേ അയാളുടെ സുഖം അതെന്ത് സംഭവിച്ചു? അച്ഛനും അമ്മയ്ക്കും ദുഃഖമായി തീർന്നു. അപ്പോൾ അയാളുടെ സുഖം കൊണ്ട് എന്തെങ്കിലും ഒരു ഗുണമുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ അറിയാതെ കണ്ട് ഇതേപോലെയുള്ള പലതും വരാം. ദേവി ഭാഗവതത്തിൽ മഹാത്മ്യത്തിൽ ഇതേപോലെ പറയുന്നുണ്ട്. രേവതി നാളിൽ ജനിച്ചു, അതുകൊണ്ട് ആ ഉണ്ണി കുറച്ച് ഗണ്ഡാന്ത്യം എന്നൊക്കെ പറയും. ഗണ്ഡാന്ത്യോ എന്തായാലും അതിൽ അങ്ങനെ സംഭവിച്ചു. നാളിൻ്റെ ഒടുക്കോ നാളിൻ്റെ അവസാനമോ ജനിച്ചപ്പോൾ പറ്റിയുള്ളൊരവസ്ഥ. ജാതകവശാൽ അയാൾക്ക് ചീത്ത പ്രവൃത്തി ചെയ്യാനും അതേപോലെ തന്നെ രോഗാദികൾ, അച്ഛനും അമ്മയ്ക്കും ഒക്കെ രോഗാദികൾ വരാനും സ്വസ്ഥത ഇല്ലാണ്ട് അവനും കാരണമായി. ഇതിൽ തെറ്റ് പാരാ ചെയ്ത്? ഇതാണ് വിധി. കാരണം ആ സമയത്ത് ജനിച്ചപ്പോൾ ഉണ്ടായിട്ടുള്ള ഗണ്ഡാന്ത്യ യോഗമാണ്. അത് മാർഗമില്ല. അപ്പോൾ അതിനെ എങ്ങനെയാണ്? നമുക്ക് അതിനുള്ള കഴിവുണ്ടെങ്കിലേ അതിനെ മറികടക്കാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മളെന്താ ചെയ്യേണ്ടത്? അവിടെ നിന്ന് നമുക്ക് മാറിപ്പോകാൻ പറ്റുമോ എന്ന് ചിന്തിക്കുകയാണ് വേണ്ടത്. അതാണ് കൃതവാക്ക് എന്ന മഹാഋഷി. അദ്ദേഹത്തിന് പറ്റിയ ഒരു കുറച്ചു കാലം സന്താനം ഇല്ലാണ്ടായി, പിന്നെ സന്താനം ഉണ്ടായപ്പോഴാണ് ഈ അബദ്ധം വന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് വേണ്ടത്? നമ്മൾ ഏറ്റെടുക്കേണ്ട. നമുക്ക് അതിനുള്ള കഴിവില്ലെങ്കിൽ നമ്മളത് ഏറ്റെടുക്കണ്ട. പക്ഷേ അവിടെ നിന്ന് മാറിപ്പോകാൻ നമുക്ക് പറ്റും. ദൃഷ്ടിം തഥാ പ്രതിനിവൃത്തിയ. അങ്ങനെ ആയാൽ ഈ ശാരീരിക നമ്മൾ ദേഹബോധത്തിൽ ശാരീര എന്നുള്ളൊരവസ്ഥയിൽ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. പാരാശര്യ മഹാഭാഗ ഭവത കച്ചിദാത്മന പരിതുഷ്യതി ശാരീര ആത്മാ മാനസ ഏവവ. ഇനി മൂന്നാമത്തെ ശ്ലോകം അടുത്തതിൽ പറയാം. നാരായണ നാരായണ നാരായണ.